ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഇച്ചായും കുറച്ച് നേരത്തെ മുമ്പ് വിളിച്ചായിരുന്നു. ആള് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു അക്യൂറിയം വാങ്ങിച്ചിട്ട് വരാമെന്ന്. അപ്പോൾ കട്ട വെയിറ്റിംഗ് ആണ്. നമുക്ക് നോക്കാം. ഇതെന്താ ഇത്? ഞാൻ വിചാരിച്ചു പുതിയതാണ്. പുതിയതല്ല, ഇത് നമ്മുടെ ഫ്രണ്ടിന്റെ ഫ്ലാറ്റിൽ നിന്ന് എടുത്തിട്ട് നിന്നാണ്. അയ്യോ, ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത്? അപ്പൊ കൊറേ നാളായി ഇരിക്കുന്നത്, നമ്മൾ പോകുമ്പോ കാണുന്നുണ്ട്. നല്ല പണിയായിട്ടുണ്ട്. ഇതിവിടെ വെക്കാം, എന്നിട്ട് മോള് കുത്തിയിരുന്ന് ക്ലീൻ ചെയ്തോട്ടാ. നന്നായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. കൊറേ നാളെ യൂസ് ചെയ്തിട്ട് അവര് യൂസ് ചെയ്യാണ്ട് ഈ ലൈറ്റ് എല്ലാം മാറ്റണം, പുതിയ ലൈറ്റ് ആക്കണം. പിന്നെ കല്ലുകൾ എല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. ഒന്നും ചെയ്തിട്ടില്ല. അത് ക്ലീൻ ചെയ്യാനൊന്നുമില്ല. നീ ആദ്യം അതിലെ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റി. കുട്ടികളാണോ യൂസ് ചെയ്തിരുന്നത്? കുട്ടികള് ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പൊ ആരും ഉണ്ടായില്ല. ആ ചേട്ടൻ നാട്ടിൽ പോയി വന്നതിന് ശേഷം ഇത് യൂസ് ചെയ്തിട്ടേ ഇല്ല. അതെല്ലാം എടുത്ത് മാറ്റിയാൽ മതി, സാധനങ്ങളെല്ലാം. ഇത്ര വലിയ ശംഖോ? ഇത്രയുള്ള ശംഖൊക്കെ ഉണ്ട്. സൗണ്ട് കേൾക്കുന്ന ശംഖാണോ? സൗണ്ട് കേൾക്കുമെന്ന് അറിയില്ല. സൗണ്ട് കേൾക്കത്തില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കാല്ലേ? എല്ലാം ക്ലീൻ ചെയ്തോ? ആ ശംഖ് എടുത്തോ, എല്ലാ ശംഖും എടുത്തോ. അത് നല്ല പണിയായി പോയി. അഴുക്ക് ഒരുപാടുണ്ടല്ലേ? കുറേ നാളായി തോന്നുന്നു. ഈ സ്റ്റിക്കർ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാം. നമുക്ക് പുതു വാങ്ങാം. തൽക്കാലം ഇത് യൂസ് ചെയ്യും. അത് നല്ല പണിയിലാണ്. ഈ കല്ലൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം നമുക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനത് ഹാൻഡ് ഓവർ ചെയ്തേക്കാണ്. കൊണ്ട് നാളെ തന്നെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ ചെയ്തു, ഇനിയിപ്പോൾ ആള് കുറച്ചുകൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഞാൻ കുറച്ച് നേരം ചെയ്യും, അങ്ങനെ മാറി മാറി. ഒരാളെ കൊണ്ട് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം നല്ല പണിയുണ്ട് ഇതിൽ. നമ്മുടെ അക്യൂറിയത്തിൻ്റെ പണി ഇവിടെ വരെ ആയിട്ടുണ്ട്. ഇവിടെ പുറത്ത് ഭയങ്കര ചൂടാണ്. 2 ദിവസമായിട്ട് നല്ല ചൂട് കാറ്റും, അതുപോലെ പുറത്തിറങ്ങാൻ പറ്റാത്ത ആവി പറക്കുന്ന ചൂടെന്ന് പറയില്ലേ, ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ UAE നടക്കുന്നത്. പക്ഷെ കഴിഞ്ഞ കൊല്ലമൊന്നും ഇത്ര ചൂടുണ്ടായിരുന്നില്ല. ഏകദേശം നമ്മുടെ പണി ഇത്ര ആയിട്ടുണ്ട്. എന്നാൽ ഞാൻ തുടക്കം ഇട്ട് വെച്ചൊന്നില്ലേ? ക്ലീൻ ചെയ്ത് തരാം. ചായപ്പോ അത് ശരിയാക്കി കഴിഞ്ഞാൽ വർക്ക് ആവോ? ലൈറ്റൊക്കെ ഈ ലൈറ്റ് മാറ്റിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. വർക്കിംഗ് അല്ല, ലൈറ്റ് പോയല്ലോ, പുതിയ ലൈറ്റ് ഇട്ടാൽ മതി. അല്ല, ബാക്കിയെല്ലാം വർക്കിംഗ് ആണോ? ബാക്കിയെല്ലാം കേബിളിന്റെ കണക്ഷൻ വിട്ട് കിടക്കാണോ? അതൊന്ന് ക്ലിയർ ചെയ്താവും. അത് നമുക്കിപ്പോൾ റെഡിയാക്കാം. ഇതിനിടയ്ക്ക് നമ്മുടെ ആശാൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഫോണോക്കെ ഇപ്പം അതാണ് അവർ കൂടാക്കി വെക്കുന്നത്. അവിടെ തുറന്ന് ഒരു വലിയ ഹോളാക്കി വെച്ചിട്ടുണ്ട്. എന്തായി ക്ലീനിങ്? നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാല്ലേ? ഇത് അക്യൂറിയത്തിൽ കിടന്നാണ് ഇത്രയും സാധനങ്ങളെ.
കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. ഇത് ക്ലീൻ ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഒന്നുകൂടി ഇട്ടാലോ? ഒന്നുകൂടി ഇടാം. ഇതെന്തുവാ? ഡിമോസ്. ഇത് ഓക്സിജൻ സിലിണ്ടർ ആയിരുന്നു കേട്ടോ. ഇത് പണ്ടത്തെ പൈപ്പെല്ലാം ഉണ്ട്. കുഴപ്പമില്ല, ക്ലീൻ ചെയ്തോ. നമുക്ക് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാം. അത് ഫുള്ള് ക്ലീൻ ചെയ്ത് എനിക്കിതായോ? ഞാൻ നോക്കട്ടെ. വേറൊന്നുമില്ല. ഈ കല്ലെല്ലാം ക്ലീൻ ചെയ്യില്ലേ? അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും നന്നായിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അക്വേറിയം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മതി. ഇതിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അക്വേറിയം റെഡിയാക്കിയത്. ഇത് ചെറിയ ബൗളായതുകൊണ്ട് പെട്ടെന്ന് അത് അഴുക്കാവുന്നു. അപ്പോൾ അതിന് പകരമായിട്ടാണ് നമ്മളിത് എടുത്തിട്ട് വന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു. ഇനി അത് നമ്മൾ ഈ കല്ലല്ലേ ആയിട്ടോ? അടുത്ത ഇനി നമുക്ക് ശംഖ് വെക്കാം. ഇനി ഏതാ? ശംഖ് വെക്കാം. ഓക്കെ. ആവും അറിഞ്ഞൂടാ. ഇനിയിപ്പോൾ ചേഞ്ച് ആക്കണമെങ്കിൽ ചേഞ്ച് ആക്കണം. അടുത്തത് ഇതിടാം. നല്ല ഭംഗിയുള്ള കല്ലൊക്കെ കിടക്കുന്നുണ്ട്. നമുക്കിതിടാം. ഇത് ഓക്കെ. അടുത്ത ഏതാക്കൂ? ഇത് വെക്കാം. പേപ്പറോ? തൽക്കാലത്തേക്ക് നമുക്ക് ഇത് വെക്കാം, പിന്നെ നമുക്ക് മാറ്റാം. തൽക്കാലത്തേക്ക് അത് ഒട്ടിച്ചു വയ്ക്കാം. ഓക്കെ, ഒട്ടിച്ചു. അപ്പോൾ ഈ കവർ വെച്ചിട്ട് കവറിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. വെള്ളം ഒഴിച്ചാൽ മതി പയ്യ. കവർ എടുത്തോട്ടോ. ഇനി ആ ഡൈനോസറിനെ എടുത്ത് നോക്കി വെക്കണ്ടേ? ഇതെങ്ങനെയാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിന് എന്തായാലും ചേട്ടൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഏതിൻ്റെ? ഈ ഡൈനോസറിനെ സെറ്റ് ചെയ്യാനായിട്ട്. ഞാൻ സെറ്റ് ചെയ്ത് തരാം. നമുക്ക് എന്തായാലും ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. കണക്ട് ആയി.
ഓക്കെ അല്ല ഒന്ന് പവർ കൊടുക്കട്ടെ. ആ ഓൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട്. കൊള്ളാലോ, എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്താ നമുക്ക് ചെയ്യാം? അപ്പൊ നമ്മുടെ മീനെ പിടിച്ചിട്ടാലോ? പക്കുവനെ പിടിച്ചോട്ടോ. രണ്ട് കൈ കൊണ്ട് പിടിക്കേ. രണ്ട് കൈ കൊണ്ട് പിടിക്കേ. അപ്പോൾ നമ്മുടെ കൂടുതൽ ടാങ്കിലേക്ക് മാറ്റിയിട്ട് അക്വേറിയത്തിലേക്ക്. എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. അതിന് നന്നായിട്ട് ഓടി കിടക്കാനുള്ള നല്ല സ്പേസ് ഉണ്ട്. നല്ല സീനാണ്. എല്ലാവരും കൊണ്ട് ഓക്കെ ആയിട്ടുണ്ട്. കഷ്ടപ്പെട്ടതിന് കാര്യമായി. അതെ. അപ്പോൾ ഇതാണ് നമ്മുടെ അക്വേറിയം. അതിൻ്റെ ഫൈനൽ ലുക്കാണിത്. ലൈറ്റൊക്കെ ഇട്ട് സെറ്റാക്കി, അതുപോലെ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുണ്ട്. ഇതേ മീൻ